ഇത് കഴിക്കരി. അമ്മാവ എനിക്ക് ടെൻഷനായിട്ട് വയ്യ. കാര്യം എന്താന്ന് പറയാൻ. അയ്യേ, ടെൻഷൻ വരുമ്പോ ആരെങ്കിലും ലഡു വിതരണം ചെയ്യടി. സന്തോഷത്തിനല്ലേ ലഡു തരിക. ഇത് കഴിക്കേ. എന്നാ സന്തോഷം എന്താന്ന് പറയാൻ. പറയാം, അവരിങ്ങോട്ട് വരട്ടെ. എല്ലാവരും ഉള്ളപ്പോ ഞാൻ പറയാം. ഇത് കഴിക്കേ. ഞാനിത് അറിഞ്ഞ വഴിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. എന്തുവാ ചേച്ചൻ വിളിക്കുന്നെന്ന് പറഞ്ഞു? അമ്മായിക്ക് വിശേഷം. അയ്യേ, അതൊന്നല്ല. പിന്നെ ലഡു തന്നെ എന്തിനാ പിന്നെ സന്തോഷം വന്നെന്ന് പറഞ്ഞെന്താ? ഈ കുടുംബത്തിലൊരു നല്ല കാര്യം നടന്നിട്ടുണ്ട്, അതിനെന്നെ. അമ്മായിയുടെ വിശേഷം പിന്നെന്ത് വിശേഷം? എന്തെങ്കിലും കാര്യമില്ല, അവൻ ഇത്ര രാവിലെ വരത്തില്ലല്ലോ. വരില്ലല്ലോ. ആദ്യം പിടിപ്പിക്കാതെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയടാ. ആദ്യം ഇത് കഴിക്കേ. കഴിക്കുന്നു പറഞ്ഞോടിക്കാൻ ദേഷ്യം വരുന്നുണ്ട്. ടെൻഷൻ അടിപ്പിക്കാതെ. ചിലപ്പോ മധുരം തന്നിട്ട് പറയാൻ വേണ്ടിട്ടായിരിക്കും എല്ലാവരും മധുരം. ആദ്യം ഇത് കഴിക്കേണ്ടത് ആരറിയോ? ചേച്ചിയാ. എനിക്ക് വേണ്ട, അല്ലെങ്കിൽ തന്നെ ഷുഗർ കൂടി കൂടി ഞാനങ്ങ് എത്താറായിരിക്കും. നേരെ അമ്മയ്ക്ക് കൊടുക്കണ്ട. ഈ ഷുഗർ വന്നിട്ട് ഇതൊന്ന് തിന്നിട്ട് ഇത് തിന്നിട്ട് ഷുഗർ വന്നിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് മരിച്ചിരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. ആ, ഇത് കഴിക്ക്. കഴിച്ചാ ഞാൻ പറയാ. കഴിക്കേ, ഇച്ചിരി കഴിക്കേ. ഇച്ചിരി കഴിക്ക്. ഞാനിത് ഇത് ആരാ തിന്നണ്ടേ? രത്നമ്മല്ലേ തിന്ന. ഞാൻ പറയട്ടെ, ഈ വീട്ടിലേക്ക് ഒരു മെഡല് വരാൻ പോകുന്നു. എങ്ങനെ ഒരു ഓട്ടോയിൽ വരുമോ അതോ കാറിൽ വരുമോ അല്ലെങ്കിൽ വിളിക്കാൻ പോണോ? പോടാ. എന്ത് മെഡല്? എന്ത് മെഡലാ ഈ വീട്ടിലേക്ക് വരിക? പറയട്ടെ. അതായത് മുത്തിന് പരീക്ഷയ്ക്ക് റാങ്ക്. മുത്തിന് പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടി ആദ്യം നിങ്ങളെ ലഡി അറിയാം. നിങ്ങളല്ലേ വിളിച്ചു പറയുന്നത്? അല്ല, അല്ലെങ്കിലും അവിടെ പരീക്ഷ ഒന്നും ആയിട്ടില്ലല്ലോ. കൊടങ്ങാള ക്ലബിന്റെ തീറ്റ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയല്ലോ മെഡല്. പോയാ മത്സരത്തിന് വല്ലതും? ഇല്ല, അതായില്ലല്ലോ. ഇഡ്ലി തീറ്റ മത്സരത്തിന്റെ റാങ്ക് അത് ഞാൻ അങ്ങനെ സന്തോഷത്തോടെ ലഡു വിതരണം ചെയ്തിട്ട് ഇവിടെ ഓടെ കഴിഞ്ഞു. ഞാൻ പറയട്ടെ, എനിക്കാണോ? എന്തിന്? ഏതെങ്കിലും ഡാൻസിന്റെ എന്തെങ്കിലും അംഗീകാരം കിട്ടിയാ എനിക്ക്? പിന്നെ ഇങ്ങനെ രണ്ട് തുള്ളന്നല്ലേ ഇപ്പൊ ഒന്ന് കാണിച്ച പോലെ കാണിച്ചേ. ഇനി വേണ്ട ചേച്ചി. നിന്റെ ഡാൻസിന് ആരാ അമ്മാവനെതിരാ ലഡു മേടിച്ചോണ്ട് വരുന്നത്? സന്തോഷമില്ലേ അമ്മാവന്? പിന്നെ അവാർഡ് കിട്ടില്ല, അറിയാം. മെഡൽ കിട്ടില്ല. കുടുംബശ്രീ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിന് നാട്ടുകാർ സന്തോഷം കൊണ്ട് തങ്കം ചേട്ടത്തിക്ക് അവാർഡ്. അപ്പൊ പുതിയ സെക്രട്ടറി ആയി എനിക്ക് അവാർഡ്. അങ്ങനെ വരാമല്ലോ. എന്താന്ന് പറ അമ്മാവ. ഞാൻ പറയട്ടെ, പോലീസ് മെഡൽ. ആടി കനകനോട് പറയരുതിട്ടാ. ഈ വർഷത്തെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് കനകൻ അർഹനായിരിക്കുന്നു. അവന്റെ അച്ഛന്റെ വലിയ ഒരാഗ്രഹമായിരുന്നത് എന്തായാലും മകനിലൂടെ അത് സാധിച്ചല്ലോ. അദ്ദേഹം ഇത് അറിയുന്നുണ്ടോ? ഭൂമിയിലുള്ള നമ്മളിപ്പോഴല്ലേ അറിഞ്ഞേ, പരലോകത്തിരിക്കുന്ന അങ്ങനെ അറിയാനാ? സംഗതി രഹസ്യം എന്നല്ലേ പറഞ്ഞ, അതുകൊണ്ട് പറഞ്ഞു. അമ്മാവൻ എങ്ങനെ അറിഞ്ഞു? എടി അതൊക്കെ ഞാൻ അറിയും. ഗിരിരാജൻ ആരാ മോൻ? അല്ലടി, കനകൻ അറിഞ്ഞിട്ടുണ്ടാവൂല. അവൻ എന്താ നമ്മളൊന്ന് വിളിക്കാൻ ഇത്ര നേരമായിട്ട്? പുള്ളിയല്ലേ ആദ്യം അറിയുന്നേ. എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് സർപ്രൈസ് തരാനായിരിക്കും ഇവിടെ വന്ന് പൊട്ടിക്കാനായിട്ട്. നമുക്കെന്നൊരു കാര്യം ചെയ്യാം. കുറച്ച് പാലിരിപ്പുണ്ട്, പാൽപ്പായസം ഉണ്ടാക്കിയാൽ. അവൻ വരുമ്പോഴത്തേക്കും അത് ധൃതിയില്ല. അല്ലല്ല, അവൻ നമുക്കൊരു സർപ്രൈസ് തരാനല്ല, അപ്പൊ നമുക്ക് തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാം. അവൻ ഈ മെഡല് കിട്ടിയ സന്തോഷം ഇവിടെ വന്ന് പറയുമ്പോ നമ്മൾ അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. ഒരു വില കൊടുക്കണ്ട നമുക്ക്. അത് വേണ്ട, പേടിന് വിഷമാവും. പിന്നെ എടി വിഷമിക്കട്ടടി. അങ്ങനെ വിഷമിച്ച് അവസാനം ഒരു ദിവസം സന്തോഷം കിട്ടുമ്പോൾ ആ സന്തോഷത്തിന് ഒരു പ്രത്യേകതയാണ്. അവൻ ഈ മെഡൽ മേടിച്ചിട്ട് വരുമ്പോഴാണ് നമ്മൾ തിരിച്ച് സർപ്രൈസ് കൊടുക്കുന്നത്. ഈ കേരളപ്പിറവി ദിവസമാണത്. 2 ദിവസം കഴിഞ്ഞ കേരളപ്പിറവി അല്ലേ, അന്നാണ് മെഡൽ കൊടുക്കണത്. ആരാ കൊടുക്കണേ? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കാണാനും തൊടാനൊക്കെ പറ്റുമായിരിക്കും അല്ലേ? പായടക്കടി, എന്താ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ ഇത്ര അത്ഭുതം? ഇനിയും വേണം ഒരു ലഡു കഴിക്കാല്ലേ? ഇനിയൊരു ലഡു കഴിക്കാം. അതെ, 2 മാറ്റി അപ്പുറത്തെ അവൾക്ക് സുലു കൊടുക്കാം. അതല്ല, നമുക്ക് പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. എനിക്ക് കുടുംബശ്രീയിലൊക്കെ പെണ്ണുങ്ങളൊക്കെ എല്ലാവരോടും പറയണ്ടപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നേരിട്ട് തങ്കങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോ നിന്റെ സന്തോഷം അവരറിയില്ലേ? ഞാൻ പറയണ പോലെ ഒന്ന് ചെയ്യോ? ചെയ്യാം. നീ എന്നെ ഒന്ന് നോക്കിയേക്കണ്, ഞാൻ അറിയാതെ പറഞ്ഞു. അമ്മാവന് കട്ടലിട്ടെ വേണോ?
ഒരു ദിവസം ഞാൻ എൻ്റെ കനകനെയും കൂട്ടി ജംഗ്ഷൻ വരെ ഒന്ന് പോയി. നോക്കിയപ്പോൾ അവിടെ ഒരു ഭയങ്കര ആൾക്കൂട്ടവും ബഹളവും. എന്താണെന്ന് നോക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് 2 ഗുണ്ടകളെ കത്തിയും വടുമാളുമായിട്ട് അങ്ങനെ നിൽക്കുന്നു. കുറേ പോലീസുകാർ നിലത്ത് മലന്ന് കിടക്കുന്നു. എൻ്റെ മക്കളുടെ അച്ഛൻ മാത്രം നെഞ്ചും വിരിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടാ. അപ്പോഴത്തേക്ക് അദ്ദേഹം എന്താണെന്നറിയാമോ, ഒരു കത്തി കൊണ്ട് അത് ഇന്ന് 2 ഗുണ്ടകളെ കുത്തി നിലത്തിട്ട് മലർത്തി അടിച്ച്. എന്നിട്ട് വൈരാഗ്യം തീർന്നില്ല. കുത്താനായിട്ട് കത്തിയായിട്ട് അങ്ങോട്ട് ചെന്നത് എൻ്റെ മോൻ അവിടെ നിന്നും കൊണ്ട് കരഞ്ഞോണ്ട് പേടിച്ചു ഒരു നിലവിളി. നിങ്ങളുടെ മകനാ പറയുന്നത് അതല്ലേ? മഹാമായ ഇമ്മ ഒരു പെൻഷൻ പറ്റിയ കിരീട കഥ ഒന്ന് മാറ്റി പിടിച്ചോടെ. എത്ര സിനിമ വേറെ വന്നേക്കുന്നു. ഇച്ചിരി തള്ളായിപ്പോയ പിന്നെ നീ നിന്റെ കനകനോട് പെരുമാറുന്നല്ല, ഞാൻ അദ്ദേഹത്തിനോട് പെരുമാറുന്നത്. എനിക്ക് സ്നേഹവും ബഹുമാനവും പേടിയുണ്ട്. അതായിരിക്കും മകനെ ഇടക്കിടക്ക് പേടിപ്പിച്ചോണ്ടിരിക്കുന്നത്. അതെന്റെ മകനല്ലേ, അതങ്ങനെയൊക്കെ ഇരിക്കും. അത് സ്നേഹം കൊണ്ടാ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആ വന്ന് വഴിയെന്ന് വരുമ്പോഴേ അമ്മേന്ന് വിളിച്ചുകൊണ്ടാ വരുന്നത്. അതാ മക്കളും തമ്മിലുള്ള ബന്ധം. അല്ല, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് അവൻ്റെ മുമ്പിൽ അഭിനയിക്കാനും ഒന്നും അറിഞ്ഞൂടാ. ഞാൻ പോയി കിടക്കുക. ഞാനങ്ങോട്ട് പോട്ടെ. എനിക്ക് ടെൻഷനാ, ഞാൻ അഭിനയിക്കണ്ടേ? ഒന്നും അഭിനയിക്കാനില്ല. അതുപോലെ ഞാൻ അവിടെ നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ ആങ്ങളെ ഞാൻ നിൽക്കാമോ? അമ്മ കുളവാക്കോ? അമ്മ കുളവായില്ല. എന്തുവാട്ടാ ഇത്? എന്ത് ഭ്രാന്താണിത്? മനുഷ്യൻ അറ്റാക്കൊന്നും ചാവൂല്ല. ഞാനല്ലേന്ന് പറഞ്ഞാ ഞാൻ അറിയുന്നുണ്ട് ഏട്ടനാണെന്ന്. ഞാനെന്ന് മനസ്സിലായില്ല. പോട്ട് എന്താണ് സന്തോഷമുണ്ട്. ലഡുവാ? എനിക്ക് വേണ്ട, മധുരമല്ലേ? ഞാൻ വേണ്ട അല്പം കഴിക്ക്. കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. ഞാൻ രാവിലെ ഒരു ചായ കുടിച്ചപ്പോ ഭയങ്കര മധുരമായിരുന്നു. അത് കഴിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര വേണ്ട ഏട്ടാ, വേണ്ട ചേട്ടാ. പക്ഷെ എന്തൊരു പാടാന്ന് നോക്കാം. കഴിക്ക്, ഒരു സന്തോഷ കാര്യമുണ്ട്. പോരെ മതി. എടി ഇങ്ങോട്ട് നോക്കിയേ. നീ പറയട്ടാ നോക്ക്. എന്താണ്? എടി ആ എന്നെ നോക്ക്. എനിക്ക് കാര്യം പറ, സന്തോഷത്തിനൊരു കാര്യം പറയട്ടെ ഞാൻ. പറ. എടി, ഈ വർഷത്തെ പോലീസുകാർക്കുള്ള വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചു. 228 പേരാണ്. അതിൽ ഒരാള് നിന്റെ കനകൻ. കൊള്ളാം കൊള്ളാം. 228 പേരല്ല? കൊള്ളാം. എടി നിനക്ക് സന്തോഷമില്ലാത്ത? സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞ? സന്തോഷമൊക്കെ ഉണ്ട്. ഞാൻ എക്സ്പ്രഷൻ ഇട്ട് മരിക്കണം. ചേട്ടൻ എങ്ങനെ അറിയാം എനിക്ക് സന്തോഷമില്ലെന്ന്? സന്തോഷമുണ്ട്. ഇതെന്താ ഈ 2 കവർ? ഇത് പിന്നെ ഓ, സഹോദര സ്നേഹം. ഇതെന്തുവാ? ബിസ്ക്കറ്റ് ആണോ? ഓ, പിള്ളേര് ബിസ്ക്കറ്റ് ഇല്ല എന്ന് പറയണ്ടായിരുന്നു. ഇത് അവിടെ കൊണ്ട് വെച്ചേക്ക്. അല്ല വേണ്ട, ഇവിടെ ആ ചേച്ചി കൊണ്ട് കൊടുക്ക്. പിന്നെ അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു ക്ഷീണം പോലെ വന്നു. അപ്പൊ പോയി കിടന്നു. ഏട്ടൻ വിളിക്കണ്ടേ, ഞാൻ പറഞ്ഞോളാം. അപ്പൊ കിടക്കുവാണെങ്കിലേ ഇതിനകത്തിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂന്ന് പറ. എന്താ എന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സെക്രട്ടറി മാറി, ശരി, സമ്മതിച്ച്. ഞാൻ ആ വഴി കൂടി പോകുമ്പോ ആ ശശിയുടെ ആ ശശിയുടെ ഭാര്യ ഉണ്ടല്ലോ, ശശി, നമ്മുടെ ഗൾഫിലുള്ള ഒരു ശശി ഇല്ലേ, ഡ്രൈവറായിട്ട് പോയേക്കുന്ന ശശി. ആ, ശശിയുടെ ഭാര്യ. അവള് ഞാൻ ആ വഴി കൂടി പോകുമ്പോഴും വരുമ്പോഴും പഴയ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് വെറുതെ കളിയാക്കാൻ വിളിക്കണതാ. ആ പൈപ്പിന്റെ ഓട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഇത് കേട്ട് ചിരിക്കും. ഞാനൊരു മനുഷ്യത്തെയല്ലേ, എനിക്ക് നാണൊക്കെ. ഒന്നല്ലെങ്കിൽ ഞാനൊരു സെക്രട്ടറി സ്ഥാനം വഹിച്ച ആളല്ലേ. പിന്നെ
ഞാനപ്പോ പറഞ്ഞു, ഞാനിപ്പോ ഉദ്ദേശിച്ചത് ഇവനോട് ഇവന്റെ ഒരു മാനനഷ്ടം അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, അതിന് കേസ് കൊടുക്കാമല്ലോ. അതല്ല, അതിനേക്കാളും വലിയൊരു കാര്യമല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണത്. അല്ല, 228 പേരിൽ ഒരാളാവുക എന്ന് പറഞ്ഞത് എന്റെ നമ്മളെ കനക, കുടുംബത്തിന്റെ ഒരു കിട്ടുമ്പോഴുള്ള സന്തോഷത്തിനേക്കാൾ വലുതല്ലേടാ നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം. നിനക്കൊരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാ? അതെ അതെ, നഷ്ടപ്പെടുന്ന സങ്കടമാണ് കുറച്ചുകൂടെ അമ്മാവന് എന്താ ഒരു അഭിപ്രായം ഇല്ലേ പറയാ? ഒരു സന്തോഷം കിട്ടുക പറഞ്ഞാൽ അത് അപ്പൊ തന്നെ എടുത്ത് തീരും. പക്ഷെ ഒരു സങ്കടം വന്നിട്ടില്ല, മരിക്കുന്നവർ അതിങ്ങനെ അതിങ്ങനെ തികട്ടിക്കൊണ്ട് വെക്കും. അതിനൊരു തീരുമാനം എടുക്കുക. എന്തായാലും ഒരു വഴി കണ്ടു. അതിനിപ്പോ ഒരു വഴിയുള്ളൂ തങ്കാവും. എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം നീ സെക്രട്ടറി ആവുക. സെക്രട്ടറി ആയിട്ട് വരുമ്പോഴും ഞെളിഞ്ഞ് അല്ലാണ്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഈ വിഷമല്ല ഇങ്ങനെ തേട്ടിക്കൊണ്ട് വരെ. പിന്നില്ലേ, പിന്നെ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ സമ്മാനം കിട്ടും. എനിക്ക് അതിന്റെ തല നേരെ തോർത്തി കൊടുക്കടാ. എണ്ണ കിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നത് ആ ബിസ്ക്കറ്റ് പൊട്ടി. ഇതൊന്ന് നോക്കുവോ ഞാൻ പറഞ്ഞ കാര്യം? അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യുന്നീ. ഒന്ന് വരട്ടിയാലും മതി വിളിച്ച്. ആ, സ്റ്റേഷനിലോട്ടൊന്ന് വിളിപ്പിക്കൂന്ന് പറ. അച്ഛബി കൺഗ്രാറ്റ്സ്. നിന്നോട് ആരുടെ കൺഗ്രാറ്റ് പറയാൻ മൈൻഡ് ചെയ്ത് പറഞ്ഞല്ലേ? അത് പുള്ളിക്കാരൻ്റെ സങ്കടം. പാവം, അവന് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ട് പോകണി. എന്നിട്ട് വേണം നമ്മൾ ഈ സന്തോഷം അങ്ങോട്ട് പറയുമ്പോ കൂടുതൽ അവന് സന്തോഷം ഉണ്ടാവാൻ. ആലോചിച്ചിട്ട് വിശക്കേ. ഞാൻ ചെന്നൊന്ന് പറയാം. രണ്ടെണ്ണ കൊച്ചിനെ വെക്ക്. പിന്നെ അമ്മാവ ശരിക്കും പറഞ്ഞ ഈ സെക്രട്ടറി സ്ഥാനം എന്റെ സ്ഥാനമേ അത് വലിയ പദവി ആയിരുന്നല്ലേ? പിന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ തോളോടൊപ്പം നിൽക്കും. പോടിയാണ്. നിന്റെ അമ്മയുടെ വെച്ചാൽ ഞാൻ എന്തുവാ നിന്നെ കുളിപ്പിച്ചത്? അമ്മയുടെ ചാട എൻ്റെ അടുത്ത് കാണിക്കണ്ടേ? ഞങ്ങളുടെ സ്റ്റേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഒരാൾക്ക് വിശിഷ്ട സേവനത്തിലുള്ള ഈ പുരസ്കാരം കിട്ടുന്നത്. ഇത് അഴുക്കാണ് ഏട്ടാ. കഴുകണം അല്ലേ? അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവിടെ എസ് ഐ സാർ പറഞ്ഞേക്കാണ് ഇന്ന് കേക്ക് മുറിക്കണമെന്നൊക്കെ പറഞ്ഞേക്കാ. ആണോ? പിന്നെ നാളെ പറ്റുവാണെങ്കിൽ കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോ എടുത്തേക്ക്, മുത്തിന് അയച്ചു കൊടുക്കാല്ലോ, അവളില്ലല്ലോ. നാളെ ഭയങ്കര തിരക്കായിരിക്കും എന്നാ പറയുന്നത്. മുഖ്യമന്ത്രിയല്ലേ ഇത് തരുന്നത് നമുക്ക്. ആ, എല്ലാരും ഫാമിലി ആയിട്ടൊക്കെയാ വരുന്നത്. അഴുക്കൊക്കെ എന്തിനാ ഇങ്ങനെ മടക്കി ഇടുന്ന ഏട്ടൻ? ഏട്ടാണോ മടക്കിട്ടത്? ബാഗ് അവിടെ ചെയ്യണം. അവിടെ ഇരിപ്പുണ്ട്. ആ ശരി. എനിക്കാണെങ്കിൽ ഏട്ടന്റെ മുഖത്തോട് പോലും നോക്കാൻ പറ്റുന്നില്ല. ഓരോ കാര്യം പറയുമ്പോഴും ഏട്ടനങ്ങ് സങ്കടപ്പെടുക. എനിക്കിങ്ങനെ അഭിനയിക്കാനൊന്നും പറ്റൂല അമ്മാവാ. ഞാനാണെങ്കിൽ ഇന്ന് വരെ എൻ്റെ മോനോടൊരു കള്ളം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ ഒരു അഭിനയം കാണിച്ചിട്ടുമില്ല. അവന്റെ സങ്കടം കണ്ടുകൊണ്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ ചേച്ചി, ഇത് താൽക്കാലികല്ലേ. നാളെ നമ്മൾ അവന് സ്നേഹം കൊണ്ടങ്ങോട്ട് പൊതിയില്ലേ? അതിനുള്ള ഐഡിയ ഒക്കെ എന്റെ തലയിൽ കൃഷി ചെയ്തോണ്ടിരിക്കുകയാണ്. കൃഷി ചെയ്തതേ ഉള്ളോ? നാളെയാണ് വിളവെടുപ്പ്. കൂടുതൽ സമയമില്ല കിരീട്ടൻ. ഏത് കാര്യങ്ങൾ എപ്പോൾ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനൊരു ബുദ്ധിരാക്ഷസനാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ? അതില്ല. അല്ലെങ്കിലും ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യമല്ലേ. അമ്മ എപ്പോഴും പറയും ബുദ്ധിയുടെ കാര്യത്തില് അമ്മാവനെ ഈ നാട്ടിൽ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ എനിക്ക് വേറെ നാട്ടിലുണ്ട് ആൾക്കാരെ തോൽപ്പിക്കാൻ? ഇല്ല, എവിടെയും തോപ്പിക്കാൻ പറ്റില്ല. രാക്ഷസൻ തന്നെയാണ്, പക്ഷെ നല്ല ബുദ്ധിയല്ല, കുരുട്ട് ബുദ്ധി. അപ്പൊ കുരുട്ട് രാക്ഷസ ഗിരി നടണം. കട അടക്കണതിന്റെ മുമ്പേ ഞാനൊരു ലിസ്റ്റാണ് തരും, പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വാ. അമ്മായി എപ്പോഴും അമ്മ നേരം വെളിച്ചാകുമ്പോ അമ്മായി ഇവിടെ എത്തില്ലേ? ഇന്നും കൂടി ഇത് സഹിച്ചാ മതിയല്ലോ. എന്റെ പൊന്നോ, ഇതൊന്ന് വേഗം തീർത്താ മതി. എനിക്ക് ആ ചെറുക്കന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. പൈസ തരാം. അത് ഇച്ചിരി കൂടുതലായിരുന്നു എക്സ്പ്രഷൻ. അത്രേന്റെ ആവശ്യമില്ല. ചൂട് അത്രയില്ല, ഞാൻ കുടിച്ചതാ. ചീറ്റി പോയില്ലേ? ഇതിലും കയ്പുള്ളത് ഈസി ആയിട്ട് കുടിച്ചിറക്കുന്ന മനുഷ്യരാണ് ഇപ്പൊ ഒരു ജാട കാണിക്കുന്നത്. അയ്യോടിയേ, കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. അവൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ ഇത്ര കറക്റ്റായിട്ട് രാവിലെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ആ കറക്റ്റ്.
കറക്റ്റ് സമയം വെളുപ്പിനെത്തുന്ന പറഞ്ഞതാണ് ഈ 11 മണി. കുട്ടി പറഞ്ഞു കേട്ടില്ലേ? നീ നേരത്തെ വരാൻ പറഞ്ഞിട്ട് എന്താ എത്ര വൈകി? ഞാൻ വെളുപ്പിനെ ഇറങ്ങിയതാ കനകന് വേണ്ടി ഒരു നെയ്പായസം നേർന്നായിരുന്നു അമ്പലത്തില്. അത് വാങ്ങിക്കണ്ടേ? ആ അവിടെ താമസിച്ചതാ. കുഴപ്പമില്ല. ആ തൊഴിലിറങ്ങുമ്പോ സമയം എടുക്കത്തില്ലേ? അതെ. അതെ. ഞാൻ പോയിട്ട് ഇച്ചിരി പച്ചമുളക് എടുത്തുകൊണ്ട് വരട്ടെ. വേഗം പാട്ടോ, ഒന്നും ആയിട്ടില്ല, പണിയൊന്നും ആയിട്ടില്ല. വരുന്നു. ചെല്ലേ ചെന്ന അങ്ങോട്ട് സഹായിക്കാൻ നോക്കങ്ങട്. പോവല്ലേ? അതെ, ഈ സദ്യം പൈസ ഉള്ളോ? പിന്നെന്താ? ആഘോഷത്തിമിർപ്പിനൊരെണ്ണം വേണ്ടേ? ഇങ്ങോട്ട് വാ, അത് ഇനി പിഴിയാണ്ട് വാ. ഇടുവാട്. അത് പിഴിഞ്ഞ് കൈ വയ്യ, അപ്പൊ അതിന്റെ ക്ഷീണം മാറ്റണ്ടേ? കലക്കി. ഇതെവിടുന്ന് മേടിച്ചു? ഇതെപ്പോ വാങ്ങിച്ചമ്മാവാ? ഇതൊക്കെ മേടിച്ചടി. ഇത് റോഡ് സൈഡിലൊക്കെ 100 രൂപ കൊടുത്താൽ പോരെ? അതങ്ങനെ കലിക്ക്. എടാ, അതിന്റെ വില 100 റുപ്യ എന്നുള്ളതല്ല അതിന്റെ പ്രശ്നം. ഇത് ഏത് സാഹചര്യത്തിൽ ഏത് വ്യക്തിക്കാണോ അണിയുന്നത് അതിനാണ് വില. ഇപ്പൊ ഇതുപോലത്തെ ഒരു ഷാള് തങ്കം നിനക്ക് കിട്ടുമെന്ന് വെച്ചോ, അപ്പൊ തന്നെ ലില്ലി കുളിക്കാനുള്ള സോപ്പ് ആയിട്ട് വരും. കഴുത മെഡലെടുക്കണ മോനെ. മുഖ്യമന്ത്രി അണിയിച്ച മെഡൽ മുഴുവൻ അക്ഷരത്തെറ്റായിരുന്നു. അപ്പൊ അതുകൊണ്ട് തിരികെ വാങ്ങി. അയ്യോ, അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. തിരുത്തെല്ലാം കഴിഞ്ഞ് തരും നമുക്ക്. അയ്യോ, അത് ഭയങ്കര വിഷമായി പോയല്ലോ. എന്ത് വിഷമം? അല്ല, ഞങ്ങള് വളരെ സന്തോഷത്തിൽ നീ ആ മെഡൽ അണിഞ്ഞിങ്ങനെ വരുമ്പോ നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ സർപ്രൈസ് ഒക്കെ ചെയ്തത്. അതൊക്കെ വെറുതെ ആയില്ലേ? മാവാ, ഈ വാർത്ത അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഓടി വന്നത്. എല്ലായിടത്തും ഞാൻ മാറി മാറി പറഞ്ഞു. ഒരാളെങ്കിലും ഒരു നല്ല വാക്കോ ശ്രേയം കൊണ്ടൊന്ന് ചേർത്ത് പിടിക്കുകയോ ചെയ്തോ. സത്യം പറയാൻ എനിക്ക് വലിയ വിഷമായിരുന്നു, പക്ഷെ പരാതിയൊന്നുമില്ല. ഏട്ടാ, അത് ഈ അമ്മാവന്റെ ഐഡിയ ആയിരുന്നു. അല്ല, അപ്പ അനക്ക് വിഷമായാലും പിന്നീട് നീ മെഡൽ അണിഞ്ഞിട്ട് വരുമ്പോ ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമ്പോ നിനക്ക് സന്തോഷാവുമല്ലോ എന്നുള്ള ഒരു ഐഡിയ എൻ്റെ തലയിൽ കൃഷി ചെയ്ത് വന്നപ്പോ അങ്ങനെ അറിയാണ്ട് പറ്റിപ്പോയി. പാലടെ വമ്പ സദ്യയൊക്കെ ഞങ്ങൾ ഒരുക്കിയായിരുന്നു. എന്നാലും ആ മെഡൽ അവര് തിരിച്ചു മേടിച്ചത് ഭയങ്കര കഷ്ടമായിപ്പോയി അല്ലേ? മോനെ, ഈ മെഡലിലോ അതിലെ അക്ഷരത്തെറ്റിലോ ഒന്നുമല്ല കാര്യം. നിന്റെ കഴിവിനും സേവനത്തിനുമുള്ള അംഗീകാരം നിനക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അതിനേക്കാൾ മറ്റൊന്നുമില്ല വലുതായി.